ഏറ്റവും കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് കവറേജ് ഉള്ള സിം കാർഡ് ഏതാണ്? നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് നിങ്ങൾ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു സിം കാർഡ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ വിദേശത്തോ സ്വദേശത്തോ എവിടെയും ആയിക്കോട്ടെ, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് എന്തൊക്കെ സിം കാർഡാണ് പ്രവർത്തിക്കുന്നതെന്നും ഏതൊക്കെ സിം കാർഡിലാണ് ഏറ്റവും കൂടുതൽ സിഗ്നൽ സ്ട്രെങ്ത് ഉള്ളത് എന്നും നെറ്റ്വർക്ക് കവറേജ് ഏറ്റവും കൂടുതലുള്ളതെന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് സിമ്മിലേക്ക് പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് സിം വാങ്ങണം എന്ന്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ കാണുന്ന സ്റ്റാർട്ട് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കാണും, ഓക്കെ കൊടുക്കുക. വീണ്ടും ഇവിടെ കണ്ടിന്യൂ കാണും, കണ്ടിന്യൂ കൊടുക്കുക. വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്യാനുണ്ട്, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്: സ്പീഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ കണക്ടിവിറ്റി ടെസ്റ്റ്, വീഡിയോ ടെസ്റ്റ്. നമുക്ക് സ്പീഡ് ടെസ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്ന് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് സ്പീഡ്, അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ്, ലാറ്റൻസി, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കുറച്ച് നേരം കൊണ്ട് തന്നെ വിശദമായിട്ട് ഇവിടെ നമുക്ക് ലഭ്യമാകും. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നിലവിൽ ഉപയോഗിക്കുന്ന സിം കാർഡിന് ഇപ്പോൾ അത്യാവശ്യം റേഞ്ച് ഉണ്ട് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ഇവിടെ താഴെ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ 5Gക്കാണ് റേഞ്ച് കൂടുതൽ. ഇവിടെ 5G 100% കാണിക്കുന്നുണ്ട്. ബാക്കിയൊന്നും 1% പോലും ഇവിടെ കാണിക്കുന്നില്ല. അപ്പം 5G ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന സിം കാർഡിന് എത്രത്തോളം ടവറുകൾ, ഇവിടെ കവറേജുകൾ ഉണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഗ്രീൻ കളറിൽ കാണുന്നതെല്ലാം നെറ്റ്വർക്ക് കവറേജ് ടവറുകളാണ്. ഓക്കെ, എല്ലാം ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ എഴുത്തുകൾ കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഏതൊക്കെ സിം കാർഡാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും. എയർടെൽ, BSNL, ജിയോ, VI, ഇതൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തുള്ള സിം കാർഡുകളാണ്. അത് ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് ഇവിടെ ജിയോക്കാണ്. 80.98 ആണ് ഡൗൺലോഡ് സ്പീഡ് ഉള്ളത്. അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് 5.85 ആണ്. ഓക്കെ, രണ്ടാമതായിട്ട് എയർടെലാണ് ഇവിടെ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് ജിയോക്ക് തന്നെയാണ്. അപ്പോൾ ജിയോ തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യാം. അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് കവറേജ്, എത്രത്തോളം കവറേജ് നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ഉണ്ട് എന്ന് നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതും ജിയോ തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ എയർടെലും ഉണ്ട്, അതുപോലെ തന്നെ VIയും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കുറവ് ഇവിടെ BSNLനാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഏത് സിമ്മാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് എന്ന് നമുക്ക് ഇതിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാനും സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ 4ാമത്തെ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ താഴെ സെൽ ടവേഴ്സ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിൻ്റെ ടവേഴ്സുകളെല്ലാം ഇവിടെ എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 2 ഗുണങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളത്. ഒന്ന്, നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിന് എത്രത്തോളം പവർ ഉണ്ട്, എത്രത്തോളം നെറ്റ്വർക്ക് കവറേജ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഏതെങ്കിലും സിം കാർഡിലേക്ക് പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു സിം കാർഡ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഇതിലൂടെ ചെക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡ് പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുതിയൊരു സിം കാർഡ് വാങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏത് സിമ്മിലേക്കാണ് നിങ്ങൾക്ക് പോർട്ട് ചെയ്യേണ്ടത്, ഏത് സിം കാർഡാണ് വാങ്ങേണ്ടത് എന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.